ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ വാർത്തകളാണ് നമ്മൾ നോക്കുന്നത്. യു എ ഇയിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നല്ല മഴയായിരുന്നു. ആ മഴയിൽ ശരിക്കും ഒരു ബാഡ് വെതറിൽ 56,000 എമർജൻസി ടെലിഫോൺ കോളുകളാണ് ദുബായ് പോലീസ് മാത്രം ഹാൻഡിൽ ചെയ്തതായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. റാസൽ കൈമയാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച സ്ഥലം. 244 മില്ലിമീറ്റർ മഴയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത് റാസൽ കൈമയിൽ മാത്രം. യു എയും ഉക്രൈനും തമ്മിൽ ഒരു റീജിയണൽ സെക്യൂരിറ്റി എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇറാനിൽ നിന്ന് വരുന്ന ഡ്രോൺ ഭീഷണിയെ ചേർത്ത് തോൽപ്പിക്കാൻ ആന്റി ഡ്രോൺ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെക്യൂരിറ്റി എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു റൂമർ വരുന്നുണ്ട്. ഈ റൂമർ എന്ന് പറഞ്ഞാൽ ആന്റി ഡ്രോൺ കൊണ്ട് ഇറക്കി വെച്ചിരുന്ന ആ ഒരു ഗോഡൌണിൽ തന്നെ ഇറാന്റെ ഡ്രോൺ വന്ന് പതിച്ചതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു ഫേക്ക് ന്യൂസ് ആയിട്ടാണ് ഇതുവരെ കരുതപ്പെടുന്നത്. അതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട്. പക്ഷെ അതേസമയം യു എ ആണെന്നുണ്ടെങ്കിൽ ഇറാന്റെ മിസൈലുകൾ ശക്തമായി തന്നെയാണ് നേരിടുന്നത്. 1-2 പാളിച്ചകളൊക്കെ ഉണ്ടാകുന്നുള്ളതിലുപരിയായിട്ട് മാക്സിമം യു എ ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇന്നലെയൊക്കെ 20 ബാലിസ്റ്റിക് മിസൈലുകളും 34 ഡ്രോണുകളുമാണ് ഇറാൻ യു എയിലേക്ക് മാത്രം അയച്ചത്. അതെല്ലാം തന്നെ വിജയകരമായിട്ട് യു എ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ യു എയിൽ 6 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 5 ഇന്ത്യക്കാർ, ഒരു പാകിസ്ഥാനി. അബുദാബിയിൽ ഇന്നലെ 3 സ്ഥലങ്ങളിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഈ മിസൈലുകളുടെ ഡെബ്രി വന്ന് പതിച്ചിട്ട് അതിൽ നിന്നും ഉണ്ടായ തീപിടുത്തമാണ്. ഈ തീപിടുത്തത്തിലാണ് 6 പേർക്ക് പൊള്ളലേറ്റത്. യു എ ഇ ഗാസയ്ക്കുള്ളിലേക്ക് ചാരിറ്റി കോൺവോയ് അയച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തുണികളാണ്, വസ്ത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗാസയിലേക്ക് അയച്ചു വെച്ചത്. അപ്പോൾ ഈ തുണികളുമായിട്ടുള്ള ഈ വാഹനങ്ങൾ ഗാസയ്ക്കുള്ളിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ അതിന് തടസ്സങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് യു എ ഇയുടെ ഈ ചാരിറ്റി പ്രവർത്തനം ഗാസയ്ക്കുള്ളിൽ വളരെ ഫ്രീ ആയിട്ട് തന്നെ ഇസ്രായേൽ അനുവദിച്ചിട്ടുണ്ട്. പെർമിഷൻ ഗ്രാൻറ്റഡ് ആണ്. യമൻ യുദ്ധത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റിലേക്ക് യമൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇറാനെതിരെ ആക്രമണങ്ങൾ ശക്തമാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലും അമേരിക്കയും തീരുമാനമെടുത്ത പശ്ചാത്തലത്തിലാണ് ഇപ്പം ഹൂത്തികൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. സദൻ ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചതായിട്ടുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. ബഹ്റൈനിലെ ഒരു വിഷയം, ഈ ബഹ്റൈൻ വിഷയം ഒന്ന് പറഞ്ഞു പോവാം. ബഹ്റൈൻ്റെ ഉള്ളിൽ നല്ലൊരു ശതമാനം ഷിയ മുസ്ലിംസ് ബഹ്റൈൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ ഷിയ മുസ്ലിംസിൽ പെട്ട ഒരു ആക്ടിവിസ്റ്റ് ഇന്നലെ കസ്റ്റഡിയിലിരുന്ന് കൊല്ലപ്പെട്ടു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഇറാനെതിരെ നിലപാടെടുക്കുന്ന ബഹ്റൈൻ സർക്കാരിനെതിരെയുള്ള മുദ്രാവാക്യങ്ങളും അപ്പോൾ അതിനെതിരെയുള്ള ഒരു ആക്ടിവിസം, അതാണ് പുള്ളിക്കാരൻ്റെ പൊളിറ്റിക്സ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. നിലവിലുള്ള സർക്കാർ ഈ ഷിയ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഈ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ അവിടെ കസ്റ്റഡിയിൽ വെച്ചിട്ട് ഉപദ്രവിച്ചോ എന്തോ നമുക്കറിയില്ല. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വ്യക്തി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതിൻ്റെ ബോഡിയൊക്കെ അവരുടെ കുടുംബക്കാർക്ക് കൈമാറിയിട്ടുണ്ട്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ബഹ്റൈൻ്റെ തെരുവുകളിൽ ഇന്നലെ മനാമയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമണങ്ങളും വെടിവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഷിയ സുന്നി ആ ഒരു കോൺഫ്ലിക്റ്റ് എന്നുള്ള നിലയിൽ ചെറിയ രീതിയിൽ അവിടെ ക്ലാഷ് സ്റ്റാർട്ട് ചെയ്തതാണ്. എന്തായാലും സുന്നി ഭരണകൂടം ഇപ്പോൾ അവരെ ഒരു വിധത്തിൽ അടിച്ചമർത്തി ഒരു മൂലയിൽ ഒതുക്കി നിർത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എത്രമാത്രം ഇത് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളത് നമുക്കറിയില്ല. ബഹ്റൈൻ ഒരു സ്പാർക്കിംഗ് പോയിന്റ് ആയിട്ട് നിലനിൽക്കുകയാണ്. ഇപ്പം ഏത് മൊമെന്റിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. തൽക്കാലം കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് നിലവിലെ ഭരണകൂടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നമുക്കിപ്പോൾ അവിടെ നിന്ന് പറയുന്നത് മാത്രമേ കേൾക്കാൻ പറ്റൂ, അല്ലാതെ അതിനകത്ത് വേറെ ഒന്നും തന്നെ പറയാനില്ല. പക്ഷേ നിലവിലെ സാഹചര്യം ഇതാണ്. ഒരു ഷിയ സുന്നി കലാപം പൊട്ടിപ്പുറപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് വേണ്ട വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ പ്രയത്നത്തിലാണ് അവർ. സൗദി എയർബേസിൽ നിരവധി അമേരിക്കൻ സോൾജേഴ്സ് ഇഞ്ചുറി ആയിട്ടുണ്ട് എന്നുള്ള ക്ലെയിം ഇറാൻ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അതിനെ സൗദിയും അമേരിക്കയും അംഗീകരിക്കുന്നില്ല ഇതുവരെ. സെലൻസ്കി ആണെന്നുണ്ടെങ്കിൽ ഖത്തറുമായിട്ടും ഇതേപോലെ ഡിഫൻസ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ഇന്നലെ ലെബനന്റെ ഉള്ളിൽ നടത്തിയ ആക്രമണത്തിൽ 3 ജേർണലിസ്റ്റുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ ജേർണലിസ്റ്റുകൾ ഹെസ്ബുള്ള ഓറിയന്റഡ് മാധ്യമപ്രവർത്തകരാണ്. ഇവരെ എലിമിനേറ്റ് ചെയ്തതിന്റെ കാരണം ഇവർ റദ്വാൻ ഫോഴ്സിലെ മെമ്പേഴ്സ് ആണ്, ഹെസ്ബുള്ള മെമ്പേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഇവരെ എലിമിനേറ്റ് ചെയ്തത് എന്നാണ് ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കാർ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് ഇസ്രായേൽ പ്രിസൈസ് ആയിട്ട് ആ കാറിന്റെ മേളിൽ തന്നെയാണ് അറ്റാക്ക് നടത്തിയത്. JD വാൻസ് ആണെന്നുണ്ടെങ്കിലും അമേരിക്ക ആണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇറാനുമായിട്ട് ചർച്ച നടത്തി ഈ യുദ്ധത്തിനെ ഒന്ന് പോളിഷ് ചെയ്ത് ഒന്ന് മെരുക്കി ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ തീരുമാനം ഉണ്ടാക്കാം എന്നുള്ള തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷെ അതിനെ തകിടം മറിക്കുന്ന രീതിയിൽ ഇസ്രായേൽ കൃത്യമായിട്ടുള്ള ടാർഗറ്റുകളെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും നേവൽ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിയെ, ഒരു സീനിയർ കമാൻഡറെ തന്നെ ഇന്നലെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തുടരെ ഇവർ ടാർഗറ്റ് ചെയ്ത് പ്രിസൈസ് ആയിട്ട് ആൾക്കാരെ കണ്ടെത്തി കൃത്യമായിട്ട് എലിമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ
അമേരിക്കയ്ക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഈ ചർച്ച എങ്ങനെ നടക്കാതെ തടസ്സപ്പെടുത്താം എന്നുള്ള രീതിയിലുള്ള ചിന്തയാണ് ഇസ്രായേലിനുള്ളതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഓരോ ദിവസവും വ്യത്യസ്ത മേഖലകൾ നോക്കി ടാർഗറ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പം ഓരോ ദിവസത്തെ ഇസ്രായേലിന്റെ ഓപ്പറേഷനും ഇറാനെ മറ്റു പല രീതികളിൽ ചിന്തിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇറാന്റെ മുന്നിലാണെന്നുണ്ടെങ്കിൽ മിസൈലുകളും ഡ്രോണുകളും മാത്രമാണ് ഓപ്ഷൻസ്, വേറെ ഒരു ഓപ്ഷനും ഇല്ല. അവർക്ക് ഇസ്രായേലിനെ പോലെയോ അമേരിക്കയെ പോലെയോ ഉള്ള അറ്റാക്കുകൾ നടത്താനുള്ള ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇറാൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ വരെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തും എന്നാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം ഇറാന്റെ ഉള്ളിൽ ആക്രമണം ശക്തിപ്പെടുന്നുണ്ടോ, അവരുടെ കമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയൽ മേഖലകളിലേക്ക് ഇസ്രായേലും അമേരിക്കയും ആക്രമണം നടത്തുന്നുണ്ടോ, സ്പെഷ്യലി ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ടോ, അതിനനുസരിച്ചുള്ള ആക്രമണം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് ഇറാൻ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യുദ്ധം കൊടുമ്പിരി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും ഇറാന്റെ ഓയിൽ റവന്യൂ നല്ല രീതിയിൽ ഇൻക്രീസ് ആയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയും കൂടി വരുന്നുണ്ട്. അത് ഇൻക്രീസ് ആവും. സാങ്ഷൻ ലിഫ്റ്റ് ചെയ്തിരിക്കുകയല്ലേ. സാങ്ഷൻസ് ഉപരോധം എടുത്ത് മാറ്റിയ സ്ഥിതിക്ക് ഇറാൻ തകൃതിയായിട്ട് എണ്ണക്കച്ചവടം ചൈനയ്ക്കും ഇന്ത്യക്കൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട്. US-ന്റെ ചില യുദ്ധതന്ത്രങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ കോമഡി ആയിട്ട് തോന്നും. ഇത് ശരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇറാന്റെ മേലുള്ള ഉപരോധങ്ങളൊക്കെ നീക്കിക്കഴിഞ്ഞാൽ ശരിയാണ്, എണ്ണ വില ഒരു പരിധി വരെ പിടിച്ചു നിർത്താം എന്നുള്ളതാണ് അമേരിക്കയുടെ കാൽക്കുലേഷൻ. ഒരു ഗ്ലോബൽ എനർജി സെക്യൂരിറ്റി, അതാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ ഗ്യാപ്പിൽ ഇറാൻ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. എന്നാൽ അമേരിക്കയ്ക്ക് ഓപ്പറേഷൻ എത്ര പ്രിസൈസ് ആയിട്ട് നടത്തി കൃത്യമായിട്ട് ഇറാനെ ഒരു ഷോർട്ട് പീരീഡിൽ വരിഞ്ഞു മുറുക്കാൻ സാധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എത്ര കാലം യുദ്ധം നടത്താനാണ്? എത്രയും ലോങ് പീരീഡിലേക്ക് യുദ്ധം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇറാന് നല്ല രീതിയിൽ ലാഭം കിട്ടും. കാരണം അവർ വെറുതെ ഇരുന്നപ്പോൾ അവരുടെ മേളിൽ സാങ്ഷൻ ആയിരുന്നു. ഇപ്പൊ യുദ്ധം നടക്കുന്നുണ്ട്. ഒരു സൈഡിൽ അമേരിക്ക വൻതോതിൽ പണം മുടക്കി യുദ്ധം നടത്തുമ്പോൾ, ഇതിനു മുമ്പ് യുദ്ധം നടത്താതിരുന്ന സമയത്ത് പോലും ഇറാന്റെ മേളിൽ ഉപരോധം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പം ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ടുള്ള കച്ചവടം നടത്തുകയാണ്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള റവന്യൂ അവർക്ക് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫ്ലൈറ്റിൽ എണ്ണയടിച്ച് വൻതോതിൽ ചെലവാക്കിക്കൊണ്ട് എയർ സ്ട്രൈക്ക് ഒന്നും നടത്തുന്നില്ല. അവരാണെങ്കിൽ ഇതിനു മുമ്പ് തന്നെ അവരുടെ പക്കലുണ്ടായിരുന്ന റിസർവ്ഡ് കാറ്റഗറിയിലുള്ള മിസൈലുകളാണ് അവർ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഉപരോധങ്ങളുടെ സമയത്ത് ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് അവർ ഈ മിസൈലുകളൊക്കെ പണിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് ഒരു എക്സ്പെൻസസ് അതിനകത്ത് വരുന്നില്ല. തീർച്ചയായിട്ടും അവർക്ക് നഷ്ടമുണ്ട്, ഒരുപാട് മിസൈലുകൾ അവർക്ക് നഷ്ടം തന്നെയാണ്. പക്ഷെ അവരുടെ നഷ്ടം ഇമീഡിയറ്റ് അല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരുപാട് വർഷങ്ങൾ കൊണ്ടുള്ള അധ്വാനത്തിൽ ഉണ്ടായ നഷ്ടമാണ്. അതുകൊണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈച്ച് ഇയർ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഓരോ വർഷവും ചെറിയ തോതിലായിരിക്കും അതിൻ്റെ ഒരു വിഹിതം വരുന്നത്. പക്ഷെ അതേസമയം അമേരിക്കയ്ക്ക് ബൾക്കായിട്ടുള്ള ലോസ് ആണ്. ഇത് രണ്ടും തമ്മിലുള്ള എക്കോണമി മാച്ച് ആകുന്നില്ല. അമേരിക്കയ്ക്ക് വൻ നഷ്ടമാണ് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ അതേസമയം ഇസ്രായേൽ നടത്തുന്ന അറ്റാക്കാണ് ഇറാന്റെ ഉള്ളിൽ നഷ്ടമുണ്ടാക്കുന്നത്. കാരണം അവർ വൻതോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ, മാസീവായിട്ടുള്ള സ്ഥാപനങ്ങൾ, മാനുഫാക്ചറിങ് യൂണിറ്റുകൾ, ഇൻഡസ്ട്രീസ്, ഇതൊക്കെയാണ് അവർ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തുന്നത്. പോരാഞ്ഞതിന് ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോജക്റ്റുകൾ നടക്കുന്ന സ്ഥലങ്ങൾ, ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോജക്റ്റുകളിലേക്ക് വാട്ടർ സപ്ലൈ നടത്തുന്ന സ്ഥലങ്ങൾ, ഇത് ഇങ്ങനത്തെ മേജർ ഏരിയകൾ ടാർഗറ്റ് ചെയ്താണ് ഇസ്രായേൽ അറ്റാക്ക് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു വൻ നഷ്ടമാണ്. അത് ഇറാനെ ഒരു 25-30 വർഷത്തേക്ക് പുറകിലോട്ട് വലിച്ചിടും, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ഗോൾ അച്ചീവ് ചെയ്ത് ഇറാന്റെ ഉള്ളിലുള്ള അസറ്റുകൾ, ഓയിൽ, ഗ്യാസ് പോലത്തെ നാച്ചുറൽ റിസോഴ്സസ് അമേരിക്കയ്ക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ യുദ്ധം അമേരിക്കയ്ക്ക് ഒരു വൻ നഷ്ടമാണ്. കാരണം അമേരിക്ക നടത്തുന്ന എല്ലാ യുദ്ധങ്ങളിലും അവർക്ക് നേട്ടമായി തീരുന്നത് ഈ അസറ്റുകളാണ്. ആ രാജ്യത്തിനുള്ളിൽ നിന്ന് കിട്ടുന്ന റെയർ എർത്ത് എലമെന്റ്സ്, ഇതേപോലെ എനർജി മേഖലകൾ, ഇതൊക്കെയാണ് അമേരിക്കയ്ക്ക് കിട്ടുന്ന ലാഭം. ആ ലാഭം ഇവിടെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറാൻ യുദ്ധം എന്നേക്കും ഒരു പരാജയമായി തന്നെ തീരും അമേരിക്കയ്ക്ക് എക്കണോമിക്കലി. കാർഗ് ഐലൻഡ് കൈക്കലാക്കുന്നതോടുകൂടി വാഷിംഗ്ടൺ അവരുടെ ആധിപത്യം ഉറപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഗൾഫ് റീജിയനിൽ. പക്ഷെ അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത്, 10,000 ട്രൂപ്പുകളെ അമേരിക്ക ഇറക്കുന്നുണ്ട്. അവർ മുന്നോട്ട് പോട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട വിലയിരുത്തൽ നടത്താം. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.